നമസ്കാരം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ബ്രിട്ടന്റെ യുദ്ധവിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്തു. ഇന്ധനം നിറയ്ക്കാനാണ് വിമാനം ഇന്നലെ രാത്രി ലാൻഡ് ചെയ്തത്. AF-35 വിമാനമാണ് വിമാനത്താവളത്തിൽ ഇറങ്ങിയതെന്നാണ് ലഭിക്കുന്ന വിവരം. വിമാനവാഹിനി കപ്പലിൽ നിന്നും പറന്നുയർന്ന വിമാനമാണ് തലസ്ഥാനത്ത് ഇറങ്ങിയത്. 100 നോട്ടിക്കൽ മൈൽ അകലെയുള്ള യുദ്ധക്കപ്പലിൽ നിന്നാണ് ഈ യുദ്ധവിമാനം പറന്നുയർന്നത്. യുദ്ധക്കപ്പലിൽ നിന്നും പറന്നുയർന്ന വിമാനത്തിന് കടൽ പ്രക്ഷുബ്ധമായതിനാൽ തിരികെ ഇറക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഇന്ധനം കുറവായതിനാൽ അടിയന്തര ലാൻഡിംഗ് ആവശ്യപ്പെടുകയായിരുന്നു. വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. പ്രതിരോധ വകുപ്പിന്റെ നടപടികൾക്ക് ശേഷം വിമാനം വിട്ടയക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇത്തരത്തിലൊരു സംഭവം അത്യപൂർവമാണ്. ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ നല്ല നയതന്ത്ര ബന്ധമുണ്ട്. ഇതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഇറങ്ങാൻ വിമാനം അനുവാദം തേടിയത്. സാധാരണഗതിയിൽ യുദ്ധവിമാനങ്ങൾ സാധാരണ വിമാനത്താവളങ്ങളിൽ ഇറക്കാറില്ല. ഈ യുദ്ധവിമാനത്തിന്റെ പ്രത്യേക സാഹചര്യം പരിഗണിച്ചാണ് പ്രത്യേക അനുമതിയോടെ ബ്രിട്ടീഷ് യുദ്ധവിമാനത്തെ ഇറക്കാൻ സമ്മതിച്ചത്. എല്ലാ അടിയന്തര സാഹചര്യവും ഒരുക്കിയായിരുന്നു അടിയന്തര ലാൻഡിംഗ്. വിമാനത്തിന് സുരക്ഷാ പ്രശ്നമൊന്നും ഇല്ല എന്നതടക്കം പരിശോധിച്ച് ഉറപ്പാക്കുകയും ചെയ്യും. എല്ലാവിധ പരിശോധനയും പൂർത്തിയാക്കിയാകും തിരിച്ച് ഈ വിമാനം മടക്കുക. യുദ്ധക്കപ്പലിലേക്ക് തന്നെയാകും ഈ വിമാനം മടങ്ങുക എന്നാണ് സൂചന. ഇന്നലെ രാത്രിയോടെയാണ് യുദ്ധവിമാനം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തത്. എന്നാൽ ഇന്ത്യൻ സൈന്യത്തിന്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ ഇന്ധനം നിറയ്ക്കാനാകൂ. വ്യോമ കരസേന അധികൃതർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ പരിശോധിക്കുകയാണ്. ഇതിനുശേഷം ഇന്ധനം നിറയ്ക്കും. വ്യോമസേനയുടെ നേതൃത്വത്തിൽ സുരക്ഷാ പരിശോധനകളും പൂർത്തിയാക്കണം. ഒരു പൈലറ്റ് മാത്രമാണ് വിമാനത്തിൽ ഉള്ളത്. കൂടാതെ ഇന്ധനം നിറയ്ക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെയും സിവിൽ ഏവിയേഷന്റെയും അനുമതി കൂടി അന്തിമഘട്ടത്തിൽ തേടേണ്ടതുണ്ട്. എന്തുകൊണ്ട് യുദ്ധവിമാനം തിരുവനന്തപുരത്ത് അടിയന്തരമായി ലാൻഡിംഗ് നടത്തണമെന്ന് ATCയോട് ആവശ്യപ്പെട്ടു എന്നടക്കമുള്ള കാര്യങ്ങൾ സിവിൽ ഏവിയേഷൻ പരിശോധിക്കുകയാണ്. ഇസ്രയേൽ ഇറാൻ ആക്രമണം നടക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിന്റെ പശ്ചാത്തലത്തിൽ കൂടാതെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രാജ്യം അതീവ ജാഗ്രതയിൽ ഇരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലും വലിയൊരു ജാഗ്രതയിലാണ് ഇന്ത്യ ഉള്ളത്. എമർജൻസി ലാൻഡിംഗ് നടത്തണമെന്ന് യുദ്ധവിമാനത്തിലെ പൈലറ്റ് അറിയിച്ചതോടെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ റൺവേ അതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് എന്ന് വ്യോമസേന അധികൃതർ തന്നെ വ്യക്തമാക്കിയത്. അതോടുകൂടിയാണ് ബ്രിട്ടന്റെ യുദ്ധവിമാനം തിരുവനന്തപുരം റൺവേയിലേക്ക് എത്തിയത്. ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ബന്ധം നല്ലൊരു ദൃഢബന്ധമായത് കൊണ്ടാണ് ATCക്ക് ഒരു ഇൻഫർമേഷൻ ലഭിച്ചതോടുകൂടി അവർ ഇന്ത്യൻ ആർമിയെയും അതോടൊപ്പം തന്നെ എയർഫോഴ്സിനെയും അടക്കമുള്ളവരെ ബന്ധപ്പെട്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കാനുള്ള ഒരു സജ്ജീകരണം ഒരുക്കി നൽകിയത്. ഇപ്പോൾ ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു വിള്ളൽ വീണിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ വിമാനം തിരുവനന്തപുരം റൺവേയിൽ ഇറക്കില്ലായിരുന്നു. പക്ഷേ ഒരു ഇറക്കിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ജീവൻ ഒരു അപകടമായ ഒരു സന്ദർഭം ആ പൈലറ്റിന് ഉണ്ടാകും എന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊരു മനസ്സലിഞ്ഞ് ആ വിമാനം ഇറക്കും. പക്ഷെ പൂർണ്ണ പരിശോധനയോട് കൂടി മാത്രമേ അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നൽകുമായിരുന്നുള്ളൂ. ഇപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ആർമിയിൽ നിന്നും എയർഫോഴ്സിൽ നിന്നും നേവിയിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിലെത്തി വിശദമായ പരിശോധന എല്ലാം നടത്തിയതിനു ശേഷം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ഇന്ധനം നിറച്ചതിന് ശേഷം വിമാനം തിരികെ പോകുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.